കാറ്റും മഴയും കീരമ്പാറയിൽ നാശം വിതച്ചു. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വൈകിയത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ നാശോന്മുഖമാകാൻ കാരണമായി. കീരമ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലും ഭീമമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റാതെ നിലനിർത്തിയത് നാശത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്തെന്നാൽ അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലാണ്. ഒട്ടേറെ ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളെല്ലാം ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നശിക്കുവാനുണ്ടായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് PWD, PVIP അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം നമ്മൾ ഉടനെ തന്നെ കത്ത് അയക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് പ്രിയപ്പെട്ട പഞ്ചായത്ത് നിവാസികളോട് പറയാനുള്ളൊരു കാര്യം, മറ്റൊരാളുടെ പുരയിടത്തിനോ അല്ലെങ്കിൽ അവരുടെ ജീവനോ സ്വത്തിനോ എല്ലാം ഭീഷണിയാകുന്ന തരത്തിൽ മരങ്ങൾ നമ്മുടെ വീടിനോ പരിസരത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് മുറിച്ചു മാറ്റി ഇതുപോലെയുള്ള അപകടങ്ങളെല്ലാം ഒഴിവാക്കി തരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ നേരിടുന്നത് ഈ മരങ്ങൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരം എന്ന വണ്ണം പരാതി ലഭിച്ച ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അന്വേഷണത്തിനായി ചെല്ലുകയും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും 7 ദിവസം കഴിഞ്ഞിട്ടും 14 ദിവസം കഴിഞ്ഞിട്ടും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാതെ വീണ്ടും പരാതിക്കാരൻ ഇവിടെ നമ്മളെ സമീപിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നതിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ഈ 7 ദിവസം കഴിഞ്ഞിട്ടും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ഈ നോട്ടീസ് ലഭിച്ചതിന് 7 ദിവസത്തിന് ശേഷവും മരം മുറിച്ച് മാറ്റപ്പെടാത്ത സാഹചര്യത്തിൽ കടുത്ത നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കീരമ്പാറ പഞ്ചായത്തിലെ 19 ഇലക്ട്രിക് പോസ്റ്റുകളും ഏതാനും വീടുകളും ഭാഗികമായും പൂർണ്ണമായും മരങ്ങൾ വീണ് തകർന്നിട്ടുണ്ട്. മഴയും കാറ്റും ഇനിയും ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ സ്വത്തിനും ജീവനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി പറഞ്ഞു. അടിയന്തരമായിട്ട് നമ്മൾ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് PWD അതുപോലെ തന്നെ PVIP അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം അടിയന്തരമായി കത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഒരുക്കുന്നതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് റോഡിന് ഇരുവശമുള്ള കാടുകൾ വെട്ടി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ഓരോ വാർഡ് തലത്തിലുമെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിന് ഇരുവശത്തും നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികൃതർക്കെല്ലാം നോട്ടീസ് ഉടനെ നൽകുന്നതാണ്. പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത്, ശരിക്കും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ വന്ന് ഈ ഇപ്പോൾ നമുക്കറിയാം ഡെങ്കിപ്പനി അതുപോലെ തന്നെ പകർച്ചവ്യാധികളായപ്പോൾ മഞ്ഞപ്പിത്തം, എലിപ്പനിയെല്ലാം ഇപ്പോൾ കണ്ടുവരുന്നിട്ടുള്ള സാഹചര്യത്തിലെല്ലാം പ്രിയപ്പെട്ട ഓരോ കുടുംബങ്ങളുടെയും ഉത്തരവാദിത്തമാണ് വീടും പരിസരവും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കുക. ഒരിക്കലും ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ബാധ്യതയായിട്ട് നിങ്ങൾ എടുക്കരുത്. തീർച്ചയായിട്ടും ബോധവൽക്കരണവുമായിട്ട് നിങ്ങളുടെ സമീപിക്കുന്നതായിരിക്കും. ഓരോ വീടുകളിലും എൻ്റെ ഉറവിടത്തിൽ തന്നെ കൊതുക് പെരുകാനുള്ള സാഹചര്യത്തെ നശിപ്പിക്കുക തുടങ്ങിയതായിട്ടുള്ള, പിന്നെ കൃഷിയിടത്തിലൊക്കെ പണിയെടുക്കുന്നവർ പ്രിയപ്പെട്ട എല്ലാവരും നമുക്ക് എലിപ്പനി പ്രതിരോധ ഗുളികകൾ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ആശാവർക്കർമാരിൽ നിന്നും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ലഭ്യമാണ്. അപ്പോൾ പണി സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലൊക്കെ പണിയെടുക്കുന്ന, കാർഷിക മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ഒരു പ്രിയപ്പെട്ട എല്ലാവരും ഈ പ്രതിരോധ ഗുളികയെല്ലാം കഴിച്ച് ഈ പറഞ്ഞ പകർച്ചവ്യാധികളെല്ലാം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. PWD, PVIP, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നിവയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൾ അയക്കും. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി നോട്ടീസ് നൽകാനും തീരുമാനമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉടമസ്ഥർ തയ്യാറായില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് രാജ് ആക്ട് 238D, ദുരന്ത നിവാരണ നിയമം 2005 എന്നിവ ഉൾപ്പെടുത്തിയായിരിക്കും നടപടികൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.